വാക്സിന്റെ ഉള്ളിൽ, ഓറൽ പോളിയോ വാക്സിന്റെ ഉള്ളിൽ 7 ലക്ഷത്തിലധികം അണുക്കൾ, 3 തരത്തിലുള്ള പോളിയോ വൈറസുകളാണ് അതിനുള്ളിലുള്ളത്. ഓറൽ പോളിയോ വാക്സിൻ പനിയുള്ള കുട്ടികൾക്ക് കൊടുക്കരുത്. വയറിളക്കമുള്ളപ്പോ, ക്യാൻസർ ഉള്ളപ്പോ, ലുക്കേമിയ ഉള്ളപ്പോ, പകർച്ചവ്യാധികൾ എന്തെങ്കിലും ഉള്ളപ്പോ ഇതൊന്നും കൊടുക്കാൻ പാടില്ല. അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ, റയർ കേസസ് ഓഫ് വാക്സിൻ അസോസിയേറ്റഡ് പോളിയോ, പോളിയോ മരുന്ന് എടുക്കുന്ന കുട്ടിക്കും ആ കുട്ടിയുമായി ബന്ധപ്പെടുന്നവർക്കും അപൂർവമായി പോളിയോ വന്ന് തളർന്നു പോകാം എന്നീ മെഡിക്കൽ ടെക്സ്റ്റ് പറയുമ്പോൾ, അപൂർവമായി കുട്ടികളെ തളർത്തുന്ന പോളിയോ വളരെ വ്യാപകമായ ആ കുട്ടിയുടെ ബുദ്ധി തളർത്തും, ആ കുട്ടിയുടെ ലൈംഗിക ശേഷി തളർത്തും. അതാണ് ഇവിടെ ആവശ്യം. 1995 അമേരിക്കയിൽ നിരോധിച്ച പോളിയോ വാക്സിൻ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് കടത്തി. കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയ്ക്കണം. ഇപ്പൊ വിവാഹിതരാകുന്ന 100 ദമ്പതികളിൽ 30 ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. പദ്ധതി വിജയമായി വരുന്നു. ആശുപത്രിയിൽ വന്ന് കീറിത്തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരത്തനും വരികയില്ല. സാരി കൊടുക്കാന്ന് പറഞ്ഞു, ബക്കറ്റ് കൊടുത്തു, 100 രൂപയും കയ്യിൽ വെച്ച് കൊടുത്തിട്ടും വരില്ല ദരിദ്രവാസികൾ എന്ന് പറഞ്ഞാൽ. അവനൊക്കെ വാക്സിൻ രോഗം വരാതിരിക്കാൻ. അടുത്ത മനുഷ്യരല്ലേ രോഗം ഉണ്ടാക്കുന്നത്. മനുഷ്യൻ മഞ്ഞില്ലെങ്കിൽ പിന്നെ രോഗം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഭാവി തലമുറകളെ ഷെയ്പ്പ് ചെയ്യുക, എണ്ണം കുറയ്ക്കുക എന്നുള്ള അമേരിക്കൻ ആസൂത്രിത പദ്ധതിയുടെ ഭാഗമായി 1995 3 തുള്ളി തുള്ളിയാൽ ഭാരതമാകെ പോളിയോ വിമുക്തി എന്ന് പറഞ്ഞ് ചെണ്ട കൊട്ടി തുടങ്ങിയ പോളിയോ വാക്സിൻ 2000 തീർന്നില്ല. 2002 നിർത്തുമെന്ന് പറഞ്ഞു, 2005 നിന്നില്ല, 2007 തുടരുകയാണല്ലോ. എന്താണ് ന്യായം? എന്താ ഇതിനുള്ളിലുള്ളത്? മെർക്കുറി ഉണ്ട്. 2002 സിംവുഡ് എന്ന് പറഞ്ഞ് ജോർജിയ സംസ്ഥാനത്തെ ഒരു കോൺഫറൻസ് ഹാളിൽ അതീവ രഹസ്യമായി സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന്റെയും ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെയും ഭാരവാഹികൾ മരുന്ന് കമ്പനികളുടെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി. വാക്സിനിൽ മെർക്കുറി ഉള്ളത് കൊണ്ട് ഓട്ടിസം പിടിക്കുന്ന കുട്ടികൾക്ക് അന്തർമുഖ രോഗം വരുന്നു. അതുകൊണ്ട് അമേരിക്കയിൽ ഇനി ഇറക്കുന്ന വാക്സിനുകളിൽ നിങ്ങൾ മെർക്കുറി ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൽപ്പിച്ചു. അവരതുപോലെ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മെർക്കുറി ഇട്ട് തന്നെ ആരോഗ്യവകുപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അന്തർമുഖ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഓട്ടിസം ഭീകരമായി കൂടുന്നു. അന്വേഷിക്കുക, ശരിയാണോ അല്ലെന്ന് അന്വേഷിക്കുക. ഇപ്പൊ ഈ അലോപ്പതിയുടെ മരുന്ന് എന്നുള്ളൊരു കൽപ്പന, ഒരു രോഗത്തിന് ഇവന്റെ കയ്യിൽ മരുന്നില്ല എന്നുള്ള ഭാഗം ഞാൻ തെളിയിച്ചു തരാം. ഏതെങ്കിലും രോഗം മാറ്റാനുള്ള മരുന്നുണ്ടായിരുന്നെങ്കിൽ ഡോക്ടർമാർ രോഗമില്ലാതെ ജീവിച്ചേനെ. അധ്യാപകരെന്ന വിഭാഗത്തെ എടുക്കൂ, കർഷകരെ എടുക്കൂ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ എടുക്ക്, ഡോക്ടർമാരെ എടുക്ക്. ഇത്രയും ആരോഗ്യമില്ലാത്തൊരു വർഗം ഡോക്ടർമാരെ പോലെ വേറെ ഇല്ലാത്തതെന്തേ? ആരോഗ്യമുള്ള ഒരു ഡോക്ടറുടെ പേര് നിങ്ങൾക്ക് പറയാമോ? 70 വയസ്സിനപ്പുറം ജീവിച്ചിരിക്കുന്ന എത്ര അലോപ്പതി ഡോക്ടർമാരുണ്ട്? ഒരാൾ പറഞ്ഞു ഡോക്ടർ CK രാമേന്ദ്രൻ. ശരിയാണ്, അങ്ങേരെ ആയുർവേദം പഠിച്ചിട്ടുണ്ടേ. ആയുർവേദമാണ് സ്വന്തം കാര്യത്തിന് ചെയ്യുന്നത്, അതുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ട്. തിരുമുൽപ്പാടിനെ പോലെ. എന്തുകൊണ്ട് അലോപ്പതി ഡോക്ടർമാരുടെ ജീവിതം? ഞാനിത് രാജഗിരി കോളേജില് NSSന്റെ കോളേജ് അധ്യാപകർക്ക് വേണ്ടി ഒരു പരിശീലന പരിപാടി ക്ലാസ് എടുത്തപ്പോ ഒരു സാർ എണീറ്റിട്ട് പറഞ്ഞു, ഈ പറഞ്ഞത് ശരിയാണ്. എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഡോക്ടർ താമസിക്കുന്നുണ്ട്, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ്. ഒരു ദിവസം രാവിലെ പാതിരാത്രി 12 മണിക്ക് എന്റെ വാതിലൊരു മുട്ട്. എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ടോർച്ചുമായിട്ട് ഡോക്ടർ നിൽക്കുകയാണ്. അപ്പൊ ആ ഇടക്ക് വാടകയ്ക്ക് വന്ന് താമസിച്ചാണ് ഡോക്ടർ. എന്താ ഡോക്ടറെ? സാറേ, കുട്ടിക്ക് ഒരു ശ്വാസം മുട്ടലും കഫക്കെട്ടും. സാറിന്റെ വീട്ടിൽ തുളസി നിൽപ്പുണ്ടല്ലോ, ഇത്തിരി തുളസി വേണം. അങ്ങനെ സാറ് കൂടെ പോയി ഡോക്ടർക്ക് തുളസിയൊക്കെ പറിച്ചു കൊടുത്തു. ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ 1-2 പ്രാവശ്യം ഡോക്ടർ വന്ന് മുട്ടും, തുളസിയില പറിച്ചുകൊണ്ട് പോകും. ഞാനിത് പറഞ്ഞപ്പോഴാണ് ഈ സാർ ആലോചിക്കുന്നത്, ചേട്ടാ ശരിയാണല്ലോ. പിറ്റേ ദിവസം രാവിലെ തുടങ്ങി നാട്ടുകാർ മുഴുവൻ കൊച്ചിനെയും തോളത്തിലിട്ടിട്ട്, ഡോക്ടറെ കൊച്ചിന് കഫക്കെട്ട്, ശ്വാസം മുട്ട്, ഉള്ള ആന്റിബയോട്ടിക്കും അങ്കിൾ ബയോട്ടിക്കും ഡോക്ടർ എഴുതി കൊടുത്തു വിടും. തന്റെ കുട്ടിക്ക് കഫക്കെട്ട് വരുമ്പോ, ശ്വാസം മുട്ട് വരുമ്പോ തുളസി അന്വേഷിച്ചു വരുന്ന ഡോക്ടർ. പോളിയോ വാക്സിൻ ഡോക്ടർമാര് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറില്ല, സ്വന്തം കുഞ്ഞിന് കൊടുക്കാറില്ല. ഞങ്ങൾ ചിലരെ കൊണ്ട് ചോദിപ്പിച്ചു.
ചില നഴ്സുമാരെ കൊണ്ട് ചോദിപ്പിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളുടെ കുട്ടികൾക്ക് രോഗം വരാതെ നോക്കാൻ ഞങ്ങൾക്കറിയാം. ഡോക്ടർമാരുടെ കുട്ടിയല്ലേ, വാക്സിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഡോക്ടറുടെ വീട്ടിലെ കുട്ടിയിൽ നിന്ന് നമുക്ക് തുടങ്ങിയാലോ പറഞ്ഞാൽ അത് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞു അടുത്ത ഡോക്ടർ. പരസ്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വായിൽ ഒഴിച്ചു കൊടുക്കുന്ന ഈ വിഷദ്രാവകം മെഡിക്കൽ കോളേജിൽ ശവം സൂക്ഷിക്കുന്ന ഫോർമലിൻ എന്ന് പറഞ്ഞ സാധനത്തിലാണ് പകുതി വീര്യത്തിൽ ചത്തു ജീവിപ്പിക്കുന്ന ഈ അണുക്കളെ സൂക്ഷിക്കാൻ കഴിയുക. അല്ലാതെ വേറെ ഏത് ദ്രാവകത്തിൽ പകുതി വീര്യത്തിൽ ചത്തു ജീവിപ്പിക്കാൻ ഈ അണുവിനെ നിങ്ങൾക്ക് സാധിക്കും? വൈദ്യശാസ്ത്രം, ഈ ഡോക്ടർമാർ മറുപടി പറയട്ടെ. മെഡിക്കൽ കോളേജിൽ ശവം ചെയ്യാതെ സൂക്ഷിക്കുന്ന ഫോർമലിൻ എന്ന് പറഞ്ഞ ദ്രാവകത്തിലാണ് ഈ വാക്സിന്റെ അണുക്കളെ സൂക്ഷിക്കുന്നത്. ഇതാണ് നമ്മുടെ കുഞ്ഞിന്റെ വായിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടി. കുരങ്ങന്റെ ചലം, കുരങ്ങന്റെ വൃഷണം പഠിപ്പിച്ച ചലം, പന്നിയുടെ തലച്ചോറ് പഠിപ്പിച്ച ചലം, ഈ ആനിമൽ ബോഡിയല്ലേ വാക്സിന്റെ ഉള്ളിലുള്ളത്? ഈ ചലം കൊടുത്താണോ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാക്കേണ്ടത്? മെർക്കുറി, തിമറോസിൽ, അലൂമിനിയം ഫോസ്ഫേറ്റ്, ഫോർമലിൻ, മറ്റ് ഫംഗസുകൾ ഈ വാക്സിന്റെ ഉള്ളിൽ പിടിക്കാതിരിക്കാൻ ആംബിസിലിൻ തുടങ്ങിയ ആന്റിബയോട്ടിക്കുകൾ, ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ കാളകൂടം നിങ്ങളുടെ കുഞ്ഞിന്റെ വായിലേക്ക് ഈ കിരാതന്മാർ ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം.